നമസ്കാരം. ലോക കോടീശ്വരന്മാരുടെ ജീവിതവും സമ്പാദ്യവുമെല്ലാം എന്നും ആശ്ചര്യത്തോടെയാണ് ഏവരും കാണുന്നത്. ഓരോ രാജ്യത്തിലും അവരുടെ അഭിമാനമായി ഉയർത്തി കാണിക്കുന്ന കോടീശ്വരന്മാർ പടുത്തുയർത്തുന്ന ബിസിനസ് സാമ്രാജ്യങ്ങളുടെ കഥകൾ പുതുതലമുറയ്ക്ക് എപ്പോഴും പ്രചോദനമേകിക്കൊണ്ടിരിക്കും. ഇന്ത്യയിൽ അംബാനി, അദാനി, ടാറ്റ, ബിർള തുടങ്ങിയ പേരുകൾ അത്തരത്തിൽ രാജ്യത്തിൻ്റെ നേട്ടങ്ങളായി ഉയർത്തി കാണിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിനിടയിൽ മറ്റൊരു വ്യക്തിയുടെ മരണശേഷമാണ് ലോകത്ത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യം ഉണ്ടായിരിക്കുന്നത്. മലേഷ്യയിലെ വലിയ കോടീശ്വരനും വ്യവസായിയുമായ അനന്തകൃഷ്ണൻ അന്തരിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന് 86 വയസ്സുണ്ടായിരുന്നു. അനന്തകൃഷ്ണൻ എന്ന വൻ ബിസിനസ് മാഗ്നറ്റിനെ പറ്റി എന്നും ഓർമ്മിക്കപ്പെടുവാൻ ഒരൊറ്റ കാര്യം മതി. മലേഷ്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഇരട്ട ടവറുകളായ പെട്രോണാസ് ടവർ നിർമ്മിച്ചത് AK എന്ന അനന്തകൃഷ്ണനാണ്. ഇനി കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. തൽപരാനന്ദം അനന്തകൃഷ്ണൻ അഥവാ AK എന്ന പേരിൽ വിളിക്കപ്പെടുന്ന അദ്ദേഹം 1938 ഏപ്രിൽ 1 ജനിച്ചത്. മലേഷ്യയിലെ ക്വാലാലംപൂരിലെ ബ്രിക്ക് ഫീൽഡിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ശ്രീലങ്കൻ ജാഫ്ന വേരുകളുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. ക്വാലാലംപൂരിലെ വിവേകാനന്ദ തമിഴ് സ്കൂളിലും വിക്ടോറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അദ്ദേഹത്തിൻ്റെ പഠനം നടത്തപ്പെട്ടു. പിന്നീട് ഓസ്ട്രേലിയയിലെ മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം കരസ്ഥമാക്കി. അതിനുശേഷം 1964 ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ നിന്ന് MBA ബിരുദവും നേടി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ബിസിനസ് മേഖലയിലേക്ക് വരാം. അനന്തകൃഷ്ണൻ്റെ ആദ്യ സംരംഭം മലേഷ്യൻ കൺസൾട്ടൻസിയായ MAI ഹോൾഡിംഗ്സ് ആയിരുന്നു. അവിടെ എക്സോയിൽ ട്രേഡിംഗ് സ്ഥാപിക്കുകയും ചെയ്തു. ഇതിലൂടെ വിവിധ രാജ്യങ്ങളിൽ എണ്ണ വ്യവസായവുമായി ബന്ധപ്പെട്ട ഓയിൽ ഡ്രില്ലിംഗ് ഇളവുകളൊക്കെ നേടിയെടുത്തു. 1990കളുടെ തുടക്കത്തിൽ മൾട്ടിമീഡിയ രംഗത്തേക്ക് അനന്തകൃഷ്ണൻ ചുവടുവെച്ചു. മാധ്യമരംഗം, സാറ്റലൈറ്റ്, എണ്ണ, പ്രകൃതിവാതകം, ടെലികമ്മ്യൂണിക്കേഷൻ, ഓഹരി നിക്ഷേപം എന്നീ മേഖലകളിൽ അദ്ദേഹത്തിന് സ്ഥാപനങ്ങളുണ്ടായി. ആദ്യമായി ലൈവ് ടെലിവിഷൻ പ്രോഗ്രാമുകൾ ടെലികാസ്റ്റ് ചെയ്തതോടെയാണ് മീഡിയ രംഗത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് AK എത്തിത്തുടങ്ങിയത്. ഒരു മൾട്ടിമീഡിയ സാമ്രാജ്യം തന്നെ അദ്ദേഹം പടുത്തുയർത്തി. മാക്സിസ് കമ്മ്യൂണിക്കേഷൻസ്, മിയാസാറ്റ് ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക് സിസ്റ്റംസ്, SES വേൾഡ് സ്കൈസ്, കൂടാതെ സ്വന്തമായി ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹവും ഇതെല്ലാം ഈ ശൃംഖലയിൽ പെടുന്നതാണ്. മാക്സിസ് കമ്മ്യൂണിക്കേഷനിൽ 70% ഓഹരികൾ അദ്ദേഹത്തിനുണ്ട്. 10 മില്യൺ ഉപഭോക്താക്കളുള്ള മാക്സിസിന് മലേഷ്യയിലെ മൊത്ത മാധ്യമ രംഗത്തിൻ്റെ 40% മാർക്കറ്റ് വിഹിതമുണ്ട്. ടെലിവിഷൻ ചാനൽ രംഗത്തുള്ള കൂട്ടുകെട്ടുകൾ, പ്രത്യേകിച്ച് സൺ TVയുമായുള്ള ബന്ധത്തിലൂടെ ഇന്ത്യയിലേക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം വ്യാപിച്ചു. ഒബ്ജക്റ്റീവ്, ബെർസാറ്റു, നിക്ഷേപ സ്ഥാപനമായ ഉസാഹ ടെഗാസ് എന്നിവയിലും എണ്ണ വിതരണ ദാതാക്കളായ ഭൂമി അർമദ BHDയിലും അദ്ദേഹത്തിന് പ്രധാന ഓഹരി വിഹിതമുണ്ട്. AK രൂപം കൊടുത്ത പെട്രോണാസ് മലേഷ്യയിലെ ദേശീയ എണ്ണ കമ്പനിയാണ്. മാക്സിസ് മലേഷ്യയിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഓപ്പറേറ്ററാണ്. ഇതിനിടയിൽ ഇന്ത്യയിൽ അദ്ദേഹം ബിസിനസ് നടത്തി. അത് പിന്നീട് പൊളിഞ്ഞ കാര്യവും കൂടി സൂചിപ്പിക്കുകയാണ്. എയർസെൽ മൊബൈൽ കമ്പനിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് കരുതുകയാണ്. എയർസെൽ മാക്സിസ് എന്ന പേരിൽ മൊബൈൽ സേവനം ഇന്ത്യയിൽ തുടങ്ങിയെങ്കിലും പിന്നീട് അത് പൊളിഞ്ഞിരുന്നു. ഈ വർഷം ആദ്യം ഫോർബ്സ് കണക്കാക്കിയത് അദ്ദേഹത്തിൻ്റെ ആസ്തി ഏകദേശം $5 ബില്യൺ അഥവാ 1,00,000 കോടിയാണ്. AKയുടെ ബിസിനസ് സാമ്രാജ്യം വളർന്നു വലുതായതിനു പിന്നിൽ രാഷ്ട്രീയപരമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന പിന്തുണ കൂടിയുണ്ട്. 25 വർഷത്തോളം മലേഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന മഹാതിർ മുഹമ്മദുമായുള്ള അദ്ദേഹത്തിൻ്റെ ചങ്ങാത്തം മലേഷ്യയിലുടനീളം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് സഹായകരമായി. 60കളിൽ ഹാർവാർഡ് സർവകലാശാലയിൽ പഠന സമയത്ത് സഹപാഠിയായിരുന്ന സൗദി രാജകുടുംബാംഗം പിന്നീട് സൗദിയിലെ ധനമന്ത്രി ആയപ്പോൾ ഓയിൽ ട്രേഡിംഗ് രംഗത്ത് AKയ്ക്ക് സംരംഭങ്ങൾ തുടങ്ങുവാനും സാധിച്ചു. 1980, 1990 കാലഘട്ടങ്ങളിൽ മലേഷ്യ സാമ്പത്തികമായി കുതിച്ചുയർന്നപ്പോൾ അതിനു പിന്നിൽ അനന്തകൃഷ്ണൻ്റെ പരിശ്രമങ്ങളും ഉണ്ടായിരുന്നു. 1980 കാലഘട്ടത്തിൽ ഓയിൽ കമ്പനിയായ പെട്രോണാസിൻ്റെ സ്ഥാപക ഡയറക്ടറായും സെൻട്രൽ ബാങ്ക് നെഗാരയുടെ ഡയറക്ടറായും AK സേവനമനുഷ്ഠിച്ചു. കമ്പനികളെ സ്വകാര്യമായി ഏറ്റെടുത്ത് അതിൻ്റെ മൂല്യം വർദ്ധിപ്പിച്ച് വീണ്ടും ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത് ലാഭമുണ്ടാക്കുന്നതിൽ പ്രശസ്തനായിരുന്നു AK. കാര്യങ്ങളിങ്ങനെയൊക്കെ ആണെങ്കിലും പൊതു ഇടങ്ങളിലും സമൂഹത്തിലും ഒരു സ്വകാര്യത അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. മാധ്യമങ്ങളിലും പൊതുചടങ്ങുകളിലും അപൂർവമായി മാത്രമേ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇനി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പറ്റി പറയാം.
ഒരു മകനും 2 പെൺമക്കളുമാണ് അദ്ദേഹത്തിനുള്ളത്. മകൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും സ്വത്തിൻ്റെ അവകാശിയായ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ബുദ്ധ സന്യാസിയാണെന്നതാണ് വലിയൊരു വൈരുദ്ധ്യമായ വസ്തുത. മകൻ്റെ പേര് വെൻ അജാൻ സിരിബാന്യോ എന്നാണ്. ഏക്കയുടെ ഭാര്യ തായ് രാജകുടുംബാംഗമാണ്. പേര് മോംവ ജെറോങ്സെ സുപ്രീന്ത ചക്രബാൻ. 2 പെൺമക്കളും ലണ്ടനിലാണ്. ഇത്രയും സ്വത്തുക്കളുടെ അടുത്ത അനന്തരാവകാശികൾ ആരായിരിക്കും എന്നാണ് മലേഷ്യ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. പെൺമക്കൾ മടങ്ങി വരുമോ അതോ മകൻ സന്യാസം മതിയാക്കി ഇതെല്ലാം ഏറ്റെടുത്ത് നടത്തുമോ? അത് ഇനി കണ്ടറിയാം. വലിയൊരു സാമൂഹ്യ സേവന തൽപരനുമായിരുന്നു അനന്തകൃഷ്ണൻ. നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അനന്തകൃഷ്ണൻ എന്ന മലേഷ്യൻ വ്യവസായ സാമ്രാജ്യത്തിനുടമയെ പറ്റിയുള്ള അറിവ് നിങ്ങൾക്ക് നൽകുവാൻ സഹായിച്ചു എന്ന് കരുതുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.